ബഹുമാനനായ അധ്യക്ഷൻ, മറ്റ് പ്രിയപ്പെട്ടവരെ, ദീർഘമായ ഒരു പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും പോകേണ്ടതായിട്ടുണ്ട് എന്നെനിക്കറിയാം. നിങ്ങളൊക്കെ തന്നെ ഇത്രയും നേരം ഈ പെരുമഴയിൽ ഇവിടെ ഇരുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരമേശ്വരൻ സാറ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു കുടുംബാംഗം തന്നെയാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ ശാരീരികമായി അച്ഛൻ വളരെയേറെ അവശനായിരുന്ന അവസാന കാലഘട്ടം, ഏതാണ്ട് 3-4 വർഷം. അന്നും പരമേശ്വരൻ സാർ ഇതേപോലെ തന്നെ വളരെ മെലിഞ്ഞ്, കണ്ടാൽ കാഴ്ചയിൽ ദുർബലനാണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് അച്ഛൻ 5 വർഷം, ഏതാണ്ട് 4 വർഷം പൂർത്തിയാക്കിയത്. ഞങ്ങൾ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്ദിപൂർവ്വം, ഞങ്ങൾ സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം ഓർക്കുന്ന ഒരു കാര്യമാണ്. അന്ന് അച്ഛനെ സംബന്ധിച്ച് ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ പോലും കേൾവിയും കാഴ്ചയും ഒക്കെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഈ കൊല്ലം 12 വർഷം തികയുകയാണ്. മരിക്കുമ്പോൾ ഏതാണ്ട് 87 വയസ്സുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ പറയാറുണ്ട്, വായിക്കാൻ കഴിയാതെ എഴുതാൻ കഴിയാതെ ഒരു ജീവിതം അച്ഛനെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമാണ്. ആ ഒരു കുറവ് പരിഹരിക്കാൻ പരമേശ്വരൻ സാറിന് കഴിഞ്ഞു. ഈ പുസ്തകത്തിൽ തന്നെ ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു, വിജയകുമാർ സാബ് പറഞ്ഞതുപോലെ അക്ഷരങ്ങളോട് അദമ്യമായ പ്രണയമാണ്. വായനയാണ് അച്ഛന് ലഹരി എന്ന് പറയുന്നത്. ആ വൈജ്ഞാനിക വിപ്ലവം സാംസ്കാരിക ചരിത്രം എന്ന പുസ്തകം, ആ ബൃഹത് ഗ്രന്ഥം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു 3 വർഷത്തെ ഒരു അധ്വാനമല്ല. യഥാർത്ഥത്തിൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ ബൗദ്ധിക ജീവിതത്തിൻ്റെ, പതിറ്റാണ്ടുകൾ നീണ്ട ബൗദ്ധിക ജീവിതത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ആ പുസ്തകം. അവിടെയൊക്കെ ആ ചിത്രത്തിലും പരമേശ്വരൻ സാറിനെ കാണാം. അച്ഛൻ്റെ സ്വഭാവത്തിന് അച്ഛൻ തന്നെ ചിത്രങ്ങൾ ശേഖരിക്കുക, അച്ഛൻ തന്നെ DTP സെൻറ്ററിൽ പോകണമെന്ന് വാശി പിടിക്കും, തന്നെത്താനെ പ്രൂഫ് വായിക്കണമെന്ന് വാശി പിടിക്കും. ഇതിനൊക്കെ സാധിച്ചത് പരമേശ്വരൻ സാറ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ആ പുസ്തകം മാത്രമല്ല, ഈ പുസ്തകത്തിൽ, ഈ ഇന്നിപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകത്തിലും അച്ഛൻ്റെ ആ അവസാന കാലത്തെ ബൗദ്ധിക ജീവിതം എങ്ങനെയായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകങ്ങൾ, കെ ദാമോദരൻ്റെ ജീവചരിത്രമായാലും അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പുസ്തകം ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പുസ്തകം അതാണ്. അത് അച്ഛൻ മരിച്ച് എൻ്റെ പിറ്റേ ദിവസമാണ് യഥാർത്ഥത്തിൽ അത് പ്രസാധകർ, ഡൽഹിയിലുള്ളൊരു പ്രസാധകരായിരുന്നു അത് ഇവിടെ എത്തിച്ചു തന്നത്. അത് കാണാൻ അച്ഛന് കഴിഞ്ഞില്ല. ആ പുസ്തകത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ പരമേശ്വരൻ സാർ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ നന്ദിയോടുകൂടി ഞാൻ വീണ്ടും അത് ഓർക്കുകയാണ്. ആ ദിവസങ്ങളിൽ സാറ് LICയിലെ ഒരു ഇടതുപക്ഷ സംഘടനയുടെ നേതാവായിരുന്നു. പിന്നീട് റിട്ടയർ ചെയ്തതിൻ്റെ അടുത്ത വർഷമാണ് ഈ അച്ഛനുമായിട്ട് വളരെ യാദൃച്ഛികമായി ഇത്തരത്തിൽ അച്ഛൻ്റെ ഒപ്പം ചേർന്നത്. അവസാന നിമിഷം വരെ എന്ന് തന്നെ പറയാം, അന്ത്യശ്വാസം വലിക്കുന്ന ആ ഘട്ടം വരെയും സാറ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതൊരു വളരെ അപൂർവമായ ഒരു സ്നേഹബന്ധമാണ്. സഖാക്കൾ തമ്മിലുള്ള ഒരു ദൃഢമായ ബന്ധമാണ്. അതൊരു അത്യപൂർവം, ഒരു പക്ഷേ ഇനിയും ചരിത്രത്തിൽ നമുക്ക് പറയേണ്ടി വരുന്ന വളരെ അത്യപൂർവമായ, മനോഹരമായ, ഊഷ്മളമായ ഒരു ബന്ധമാണ് അച്ഛനും പരമേശ്വരൻ സാറും തമ്മിലുണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ പുസ്തകരചനയിൽ മാത്രമല്ല, അച്ഛൻ്റെ ജീവിതത്തിലെ ആ കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും, ഉദാഹരണത്തിന് അച്ഛന് സാമ്പത്തിക കാര്യങ്ങൾ, ബാങ്ക്, ഇത്തരം കാര്യങ്ങളിൽ വളരെ അലംഭാവം കൂടെ ഉള്ള ഒരാളായിരുന്നു. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നുമൊക്കെ നഷ്ടപ്പെട്ട പണത്തിന് യാതൊരു കണക്കുമില്ല. അതൊന്നും അച്ഛൻ്റെ ശ്രദ്ധയിൽ വരാറേയില്ല. ഞങ്ങൾക്കും അറിയില്ല, അമ്മയ്ക്ക് ഒട്ടുമേ അറിയില്ല എവിടെയാണ്, ഏത് ബാങ്കിലാണ് അക്കൗണ്ട്, എന്താ ഉള്ളത്. വലിയ പൈസയൊന്നും ഇല്ല, ഉള്ള റോയൽറ്റിയൊക്കെ ആയിരിക്കും എങ്കിൽ പോലും. പക്ഷേ പരമേശ്വരൻ സാറ് വന്ന ശേഷം സാറ് ആ ബാങ്കുകളിലൊക്കെ പോവുകയും അതെല്ലാം കണ്ടുപിടിക്കുകയും അതെല്ലാം കൂടി ഒരു ബാങ്കിലാക്കി, വളരെ കുറച്ച് തുകയേ ഉള്ളൂ എങ്കിൽ പോലും അതെല്ലാം ഒരു പാസ്ബുക്കിലെല്ലാം എഴുതി എടുത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അച്ഛൻ പോയ ശേഷം ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലും യാതൊരു തലവേദനയും ഉണ്ടായില്ല. ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും, എല്ലാ അർത്ഥത്തിലും ഒരു സഹോദരനായി,
സഖാവായി ഉറ്റ സുഹൃത്തായി നിന്നുകൊണ്ടാണ് പരമേശ്വരൻ സാർ അച്ഛനെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ആ ഊഷ്മളത, ആ സ്നേഹമിശ്രണമായ ആ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. സാറ് ഇത്തരമൊരു പുസ്തകം എഴുതാൻ തയ്യാറായി. ഇവിടെ തീർച്ചയായിട്ടും സദ്ഭാവന ട്രസ്റ്റ്, ബാലേന്ദ്രൻ സാർ എന്ന് പറയുന്നത് അച്ഛനുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. എനിക്കും വ്യക്തിപരമായി നല്ല സൗഹൃദമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തത് തീർച്ചയായും അച്ഛനോടുള്ള സ്നേഹവും ഒരുപക്ഷെ പരമേശ്വരൻ സാറിനോടുള്ള സ്നേഹവും കൊണ്ടായിരിക്കാം. അതിനെ ഞാൻ വ്യക്തിപരമായി സദ്ഭാവന ട്രസ്റ്റിനും അതിൻ്റെ ചെയർമാനും അതിൻ്റെ നേതാവുമായ ബാലേന്ദ്രൻ സാറിനോടുമുള്ള നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ വേദി എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇവിടെ തമ്പാൻ സാറും ബാലേന്ദ്രൻ സാറും ഒക്കെ ഒരു മാർക്സിസ്റ്റ് അല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛന് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്താണ് അച്ഛൻ്റെ ബന്ധങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ബാലേന്ദ്രൻ സാറ്, തമ്പാൻ സാറ്, പരമേശ്വരൻ സാറ്, പിന്നെ തീർച്ചയായും വിജയകുമാർ സഖാവും, ഇവരെല്ലാവരും തന്നെ വ്യക്തിപരമായി അച്ഛനുമായിട്ട് വളരെ അടുത്ത ഹൃദയബന്ധം, ആത്മബന്ധം സൂക്ഷിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, അച്ഛൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ ഒരു ചടങ്ങാണിത്. ഇതിന് തയ്യാറായ, ഇതിന് സജ്ജമായ, ഇതിനൊരുക്കം നടത്തിയ ഈ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും കൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.